ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ രാമേട്ടനോട് ബാലൻ തൻ്റെ ദുഃഖങ്ങളൊക്കെ പറയാണ്. സുകന്യ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ധർമ്മൻ്റെ സമാധാനവും ജീവിതവും ഒക്കെ ആ പെണ്ണ് നശിപ്പിക്കുന്ന തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം. അത് കേൾക്കുമ്പോൾ രാമേട്ടൻ പറയും, നീ സങ്കടപ്പെടാതെ ബാല, വന്ന് കയറിയതല്ലേ ഉള്ളൂ, ചിലപ്പം കുറച്ച് കഴിയുമ്പം ഈ വീടുമായിട്ടൊക്കെ ഇണങ്ങിക്കോളും, അപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ രാമേട്ടൻ ബാലനോട് പറയാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നില്ല, മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവനും ആ പെണ്ണ് നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. കുറച്ചൊക്കെ ഞാൻ ക്ഷമിക്കും, അതിനുശേഷവും വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ബാലൻ അറിയാം എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം രാമേട്ടന് പറയും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുവാണെങ്കിൽ നീ അത് എതിർക്കുക തന്നെ ചെയ്യണം, അല്ലാതെ കണ്ണടച്ചെല്ലാം വിട്ട് കഴിഞ്ഞാൽ ധർമ്മൻ്റെ ജീവിതവും നശിക്കും, അതോടുകൂടി ദേവമംഗലത്തെ സമാധാനവും പോകും. എന്തായാലും കുറച്ച് സമയം കൂടി കൊടുക്ക്, അത് കഴിഞ്ഞും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് നോക്കാം, അതുവരെ നീ ഒന്ന് കുറച്ച് ക്ഷമ കാണിക്ക് ബാല എന്നൊക്കെ രാമേട്ടനും പറയാണ് കേട്ടോ. അതേസമയം വീട്ടിൽ നമ്മുടെ മീനു ആണെങ്കിൽ ഓഫീസിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങുക. അപ്പം മീനു നല്ല സാരിയൊക്കെ കൊടുത്ത് സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പം ആകാശ് വാതൊക്കെ വന്ന് നമ്മുടെ മീനുവിനെ തന്നെ നോക്കുവാണേ. അപ്പം പെട്ടെന്ന് മീനു തിരിഞ്ഞു നോക്കുമ്പം ആകാശ് തന്നെ സൂക്ഷിച്ച് നോക്കുന്നതാണ് കാണുന്നത്. മീനു ചോദിക്കും, എന്താ ഇത്ര നോക്കാൻ എന്ന് ചോദിക്കുക. ഓ, ഞാൻ കണ്ണും നോക്കി നിൽക്കുമായിരുന്നു. ആഹാ, രാവിലെ തന്നെ റൊമാൻസ് ആണോ മോൻ്റെ ഉദ്ദേശം എന്നൊക്കെ അപ്പം മീനു ചോദിക്കും. അതെ, എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ ഇച്ചിരി റൊമാൻസ് ചെയ്തെന്ന് കരുതി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ എന്ന് അപ്പോൾ ആകാശം പറയാം. ഇന്നെൻ്റെ മീനുട്ടി സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആകാശം ഇങ്ങനെ പറയൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയൊക്കെ തന്നെയാ, നിനക്കേ ശ്രദ്ധിക്കാത്ത കൊണ്ട് തോന്നാത്തയാ. അത് നീ തന്നെ പറയണം, നിന്നെ ശ്രദ്ധിക്കാല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെയെ ശ്രദ്ധിക്കേണ്ട എൻ്റെ മീനു? നിനക്ക് വേണ്ടിയല്ലേ ഈ ഞാൻ കഷ്ടപ്പെടുന്നത് മുഴുവനും? സ്വന്തമായിട്ടൊരു മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങാൻ പോകുന്നതെന്ന് തന്നെ നിന്നോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അതൊക്കെ പോട്ടെ, എന്താ മോൻ്റെ രാവിലെ തന്നെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഉദ്ദേശം എന്നൊക്കെ മീനാക്ഷി അപ്പം ചോദിക്കാം കേട്ടോ. എന്ത് ഷോപ്പിംഗ്? ഞാൻ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചതല്ലേ, അത് നീ എൻ്റെ ഷോപ്പിംഗ് ആയിട്ട് കണ്ടത് ഭയങ്കര മോശമായി പോയി എന്ന് മീനാക്ഷിയോട് അപ്പം ആകാശ് പറയൂ കേട്ടോ. ഇല്ലില്ല, ഞാൻ എൻ്റെ ഭർത്താവിനെ വിശ്വസിച്ചു എന്ന് പറയാം. എന്തായാലും നീ ഇന്ന് സുന്ദരി ആയിട്ടുണ്ട്, ശരി വരവ് വെച്ചിരിക്കുന്നു എന്ന് അപ്പം മീനാക്ഷിയും പറയൂ കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുവേ. എന്നിട്ട് നമ്മുടെ മീനു സ്നേഹത്തോടെ ആകാശിന് ഒരു ഉമ്മയൊക്കെ നൽകുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തായാലും അവർ രണ്ടുപേരും അവർക്ക് കിട്ടിയ ചെറിയ നിമിഷങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും പങ്കുവെക്കുകയാണ് കേട്ടോ. അതേസമയം ദേവിയുടെ ആനന്ദിൻ്റെയും പ്രശ്നങ്ങൾ ചെറുതായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ദേഷ്യമൊന്നും പുറമേ കാണിക്കുന്നില്ലെങ്കിലും കൂടുതൽ അടുപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ഗോമതി അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആനന്ദ് പുറത്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ദേവി അങ്ങോട്ട് വരിക. എവിടേക്ക് ആനന്ദേട്ടാ പോകുന്നതെന്നൊക്കെ വളരെ അധികാരത്തോടു കൂടി ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആനന്ദ് മറുപടി ഒന്നും പറയില്ല. എനിക്ക് ആവശ്യമുള്ളൊരു സ്ഥലത്ത് പോവുക എന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ഗോമതി വരുന്നത്. അപ്പോൾ ഗോമതി ചോദിക്കും, അവൾ ചോദിച്ചതിന് നിനക്ക് എന്താ മറുപടി പറഞ്ഞാൽ? അല്ല ആനന്ദേ, നിനക്ക് എന്താ ഇപ്പോൾ ഇത്ര തിരക്ക്? നിനക്ക് ഈ ദേവിയുടെ കൂടെ കുറച്ച് സമയമൊക്കെ ചിലവിട്ടാൽ എന്താ? ഈ സമയം ഭാര്യമാരാഗ്രഹിക്കുന്നേ ഭർത്താക്കന്മാരുടെ സ്നേഹവും പരിചരണവും ഒക്കെയാണ്, അല്ലാതെ നീ എപ്പോഴും നിന്റെ തിരക്കൊന്നും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. നീ കുറച്ച് സമയം ദേവിയായിട്ട് പങ്കുവെക്കണം, അതാ ഇപ്പം ഏറ്റവും അത്യാവശ്യം എന്നൊക്കെ പറയണം. അപ്പം ആനന്ദ് പറയും, എനിക്ക് പല ആവശ്യങ്ങളും ഇല്ലേ അമ്മേ, എനിക്ക് എപ്പോഴും വീട്ടിൽ വന്നിരിക്കാൻ പറ്റുമോ? എന്തായാലും ഞാൻ എൻ്റെ കാര്യത്തിന് ഇറങ്ങിയതാണ്, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയാം. ചേടാ, നീ എവിടെ പോയതെന്നും ദേവി ചോദിച്ചത് നീ കേട്ടില്ലേ? ഞാൻ പോയിട്ട് വന്നിട്ട് പറയാമേ എന്നും പറഞ്ഞ് ദേവിക്ക് അധികം മറുപടി കൊടുക്കാതെ ആനന്ദ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഗോമതി ചോദിക്കും, ഇവനിത് എന്ത് പറ്റി? അല്ല, ഇവന് അത്യാവശ്യമായിട്ട് എവിടെ പോകാമെന്ന് മോളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അത് ആനന്ദേട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടമ്മേ, അതാ എന്ന്. അപ്പം പെട്ടെന്ന് നമ്മുടെ ദേവിയും പറയൂട്ടോ, അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസമായി. നീ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, പിന്നെ ആവശ്യമില്ലാതെ മക്കളുടെ ദാമ്പത്യത്തിൽ ഇടപെട്ടുന്നത് മോശമാണല്ലോ എന്ന് കരുതിയാ ഞാൻ ചോദിക്കാതിരുന്നേ എന്ന് പറയാം. എന്താ അമ്മേ, എന്താ കാര്യം? ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടിരിക്കുന്നേ, അതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കും കേട്ടോ. ഇല്ലമ്മേ, അമ്മ എനിക്ക് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, ഇതെൻ്റെ സ്വന്തം കുടുംബമായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് അപ്പോൾ ദേവി ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മോളോട് ചോദിക്കുന്ന പോലെ മോളോട് ചോദിക്കുക, മോക്ക് ആനന്ദിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് ദേവി ഞെട്ടി നിൽക്കുക, എന്ത് പറയണമെന്നറിയാതെ. ഏയ് ഇല്ലമ്മേ, അല്ല കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് നിങ്ങളെ ഞങ്ങൾ കാണുന്നതല്ലേ, ആനന്ദിന് നീ എന്ന് പറഞ്ഞ ജീവനാ, അതെനിക്ക് നന്നായിട്ടറിയാം. നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹിക്കാത്തവനാ ആനന്ദ്. കല്യാണത്തിന് ശേഷം നിന്നെ അധികം വീട്ടിലോട്ട് പോലും വിടില്ലായിരുന്നു. വിട്ടാൽ തന്നെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരും. അതിന് ഞാനും മീനും മിത്രയൊക്കെ എന്തുമാത്രം കളിയാക്കിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിന്നെ വീട്ടിലേക്ക് വിട്ടാലും അവന് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്നൊന്നുമില്ല. പിന്നെ നിന്റെ അമ്മയ്ക്കും വയ്യായിരുന്നു, അതുകൊണ്ടാണ് എനിക്കും അറിയാം. എങ്കിലും നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അകൽച്ച പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ കോമതി പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേവി പറയും, ഇല്ലമ്മേ, അതമ്മയ്ക്ക് തോന്നുന്നതാ. ഞാൻ വീട്ടിൽ പോയി നിന്നത് എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നല്ലോ, അത് ആനന്ദേട്ടനും അറിയാലോ. അതാ ഇവിടേക്ക് തിരിച്ചു വരാൻ ആനന്ദേട്ടൻ എന്നെ കൂടുതൽ നിർബന്ധിക്കാതിരുന്നേ, അല്ലാതെ വേറൊന്നും ഇല്ലമ്മേ. അല്ലാതെ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാണ്? ഇപ്പം ഞങ്ങൾ രണ്ടും ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ട്, അത് അമ്മയ്ക്കും ബാലച്ചനും ഇടയിലില്ലേ, അതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? ആനന്ദേട്ടൻ എന്നെ അത്ര കാര്യമായിട്ടാണ് നോക്കുന്നത്. അമ്മ കാണുന്നതല്ലേ ആനന്ദേട്ടൻ എന്നോടുള്ള സ്നേഹം. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞും ഉണ്ടാകാൻ പോകുന്നു, അതിൻ്റെയൊക്കെ സന്തോഷം ആനന്ദേട്ടന് ഒരുപാടുണ്ട്. അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല എന്ന് ദേവി പറയാട്ടോ. നീ മോള് പറയുന്ന സത്യം തന്നെയാണല്ലോ അല്ലേ? നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തോന്നിയതാ. ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നേ എന്ന് പറയാം. എന്നാൽ കുഴപ്പമില്ല, എനിക്ക് തോന്നിയതായിരിക്കും. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാൽ മതി. എൻ്റെ മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിങ്ങളെല്ലാവരും കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ച് കാണുന്നതാ എനിക്കും എൻ്റെ ബാലേട്ടനും ഏറ്റവും വലിയ സന്തോഷമെന്ന് ഗോമതി പറയും കേട്ടോ. അത് കേൾക്കുമ്പം ദേവി പറയും, അത് ഞങ്ങൾക്ക് അറിയാമേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ സുകന്യയും കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പം ആനന്ദിന് ഇവൾക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് സാരം. അതെന്തായാലും കണ്ടെത്തണം. ഇവള് പറയുന്നതൊക്കെ കള്ളവാ. ഗോമതി ചേച്ചിയുടെ മുഖത്ത് നോക്കി കള്ളം തന്നെയാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഇതൊന്നും ചിലവാകില്ല. അതെന്തായാലും കണ്ടെത്തണം. ആ പ്രശ്നം എന്തെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവളെ അത് വെച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റും എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ കരുതുക. ഈ ദേവിയെ തന്നെ ആദ്യം എൻ്റെ റൂട്ടിൽ കൊണ്ടുവരണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതുങ്ങളെയൊക്കെ ശരിയാക്കി എടുക്കാം എന്നൊക്കെ സുകന്യയും തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യ അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ശ്രമത്തിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ